കേരളത്തിൽ വരാനിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി യു.ഡി.എഫ് സർക്കാർ രൂപീകരണത്തിനായുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയായി നിയുക്തനായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ 21-അംഗ മന്ത്രിസഭയാണ് ലക്ഷ്യമിടുന്നത്. മെയ് 18 തിങ്കളാഴ്ച സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയടക്കം 11 മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയും കോൺഗ്രസ് ഏറ്റെടുക്കും. ധനം, ആഭ്യന്തരം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സംബന്ധിച്ചുള്ള സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ നിർണായക ഘട്ടത്തിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് ഈ പ്രധാന വകുപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുൻ പരിചയം പരിഗണിച്ചാണ് ഈ ഊഹാപോഹങ്ങൾ. ആഭ്യന്തര വകുപ്പും കൂടാതെ തന്റെ വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനവും ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിലെ ചർച്ചകളും തീവ്രമാവുകയാണ്. അന്തിമ തീരുമാനങ്ങളിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ഇടപെടൽ നിർണായകമാണ്. കെ. മുരളീധരൻ, സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ ഏതാണ്ട് ഉറപ്പാണെന്ന് സൂചനയുണ്ട്. വി.ഡി. സതീശനും തന്റെ സ്വന്തം താൽപര്യങ്ങൾ ഈ ശക്തികേന്ദ്രങ്ങൾക്കിടയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. പുതിയ മന്ത്രിസഭയിൽ യുവ എം.എൽ.എമാർക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തരായി കണക്കാക്കപ്പെടുന്ന എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ് എന്നിവരും മന്ത്രിമാരായേക്കും. എം. ലിജു, ടി. സിദ്ദിഖ്, വി.ടി. ബൽറാം, റോജി എം. ജോൺ, മുഹമ്മദ് ഷിയാസ്, അൻവർ സാദത്ത് തുടങ്ങിയ പേരുകളും പരിഗണനാ പട്ടികയിലുണ്ട്. ജില്ലാ ബാലൻസ് കണക്കിലെടുക്കുമ്പോൾ സങ്കീർണമായ വെല്ലുവിളികളുണ്ട്. പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ കോട്ടയം ജില്ലയിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. കർശനമായ ജില്ലാ ബാലൻസ് പാലിക്കുകയാണെങ്കിൽ ഈ 3 പേരിൽ 2 പേർക്കു മാത്രമേ മന്ത്രിസഭയിൽ എത്താൻ കഴിഞ്ഞേക്കും. കുറഞ്ഞത് 2 വനിതാ മന്ത്രിമാരെ ഉൾപ്പെടുത്തണമെന്ന് വി.ഡി. സതീശൻ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. കൊല്ലത്തുനിന്നുള്ള പ്രഥമ വനിതാ എം.എൽ.എ. ബിന്ദു കൃഷ്ണയുടെ പേര് പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ഷാനിമോൾ ഉസ്മാനും പരിഗണനയിലുണ്ട്. ആഭ്യന്തര ചർച്ചകളിൽ ബിന്ദു കൃഷ്ണയ്ക്ക് മുൻഗണനയുണ്ടെന്ന് സൂചനയുണ്ട്. ഘടകകക്ഷികളുടെ കാര്യത്തിലും ചർച്ച സജീവം. 22 സീറ്റുകളുള്ള മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണത്തേതുപോലെ 5 മന്ത്രിസ്ഥാനങ്ങളിൽ ലഭിക്കും. പി. കെ. കുഞ്ഞാലിക്കുട്ടി, കെ. എം. ഷാജി, പി. കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾ സജീവ ചർച്ചയിലുണ്ട്. കോഴിക്കോട് നിന്നുള്ള പറക്കൽ അബ്ദുള്ള, എം. എ. റസാഖ് എന്നിവരും പരിഗണനയിലുണ്ട്. 7 സീറ്റുകളുള്ള കേരള കോൺഗ്രസിന് 2 പ്രധാന പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് ചീഫ് വിപ്പ് സ്ഥാനമായിരിക്കാം. കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് അപ്പു ജോൺ ജോസഫ് തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബ് വീണ്ടും മന്ത്രിയായി എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റു സഖ്യകക്ഷികളും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. CMP-യിലെ സി.പി. ജോൺ, ആർ.എസ്.പിയിലെ ഷിബു ബേബി ജോൺ, കേരള ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് മാണി സി കാപ്പൻ എന്നിവർ മന്ത്രിസ്ഥാനത്തിന് ശക്തമായി രംഗത്തുണ്ട്. ആർ.എം.പി. മന്ത്രിസഭയുടെ ഭാഗമായേക്കില്ല. എങ്കിലും അവർക്കതിന് പുറത്ത് സ്ഥാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇടതുപക്ഷ വോട്ടർമാരിലേക്കെത്താനുള്ള മുന്നണിയുടെ ശ്രമമായും ഇത് വിലയിരുത്തപ്പെടുന്നു. യു.ഡി.എഫ് വിജയത്തിൽ ഇടതുപക്ഷ പിന്തുണയുടെ പ്രതീകമായി CPM വിമതിയും അമ്പലപ്പുഴ എം.എൽ.എയുമായ ജി. സുധാകരനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും കോൺഗ്രസ് വൃത്തങ്ങളിൽ ചർച്ചകളുണ്ട്. എന്നാൽ ഇതിൽ ഇതുവരെയും ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. നാളെ ഇതിന്റെ പൂർണ്ണചിത്രം വ്യക്തമാകും.